RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ബാഴ്സലോണ വിസസ് എൽച്ചി മത്സരത്തെ കുറിച്ചാണ്. ബാഴ്സലോണയുടെ തന്നെ ലാ ലീഗിലെ റൗണ്ട് 1 അല്ല, റൗണ്ട് 2 സെക്കൻഡ് റൗണ്ട് മത്സരമാണ് ഇന്നലെ ആരംഭിച്ചത്. റയൽ മാഡ്രിഡും അതേപോലെ തന്നെ സെക്കൻഡ് റൗണ്ട് മത്സരമാണ് കഴിഞ്ഞത്. ഇനി ഫസ്റ്റ് റൗണ്ട് മത്സരം ഈ വീക്കിൽ പോകുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും കളി 5-0 എൽച്ചിയെ പരാജയപ്പെടുത്തിയിട്ട് കിടിലൻ ഒരു കളി തന്നെ പറയാം. എന്താ പറഞ്ഞാല് അത്യാവശ്യം നല്ല സൈനികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാഴ്സ ഒരു പുതിയ സീസൺ തുടക്കം ഇടുക പറഞ്ഞാല് കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലൊക്കെ അൻസിഫ്ലിക്കിന് എന്തായിരുന്നോ ഇല്ലാതിരുന്നോ അതേന്റെ ഒരു പിടി താരങ്ങളെയൊക്കെ സൈൻ ചെയ്തിട്ട് ഈ ഒരു മാർക്കറ്റ് ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് ബാഴ്സലോണ. ഡെക്കോയും അതേപോലെ തന്നെ പുതിയ സൈനികളും ആയിട്ട് വന്നവരെല്ലാവരും മിന്നിത്തിളങ്ങി കളിച്ചപ്പോൾ ബാഴ്സലോണ 5-0 വിജയമാണ് എൽച്ചിയുടെ ഹോം ഗ്രൗണ്ടിൽ പോയി നേടി. മത്സരമാണ് ആദ്യം നടന്നതെന്നറിയാം. അപ്പോ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കളി തുടങ്ങിയപ്പോ ഒന്ന് മന്ദഗതിയിലായിരുന്നു തുടങ്ങിയത്. നമ്മുടെ ഗാവി എന്താ പറയാ ഫസ്റ്റ് ഹാഫിൽ തന്നെ എനിക്ക് തോന്നുന്നു ആളുടെ ഒരു കളി മോശമായത് കൊണ്ട് മാത്രമായിരിക്കും ഫസ്റ്റ് ഹാഫിൽ ഇത്രയും മോശമായ ഒരു കളി പുറത്തെടുക്കേണ്ടി വന്നത് ബാഴ്സയ്ക്ക്. എന്താ പറഞ്ഞാൽ കുറെ മിസ് പാസുകൾ അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫോളുകളും കാര്യങ്ങളായിട്ട് ലാസ്റ്റ് ഇഞ്ചുറി ആയിട്ടാണ് ആള് പുറത്ത് പോകുന്നത്. പഴയ ഗാവിയെ കാണാൻ നമുക്ക് ശരിക്കും പറ്റുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ ഗാവി എന്താണെന്ന് വെച്ചാൽ അത് ഫെർമീനാണ്. ഗാവിയുടെ നീണ്ടകാലത്ത് ഒരു പരിക്കിന് ശേഷം ടീമിൽ എത്തിയ ശേഷം ഭയങ്കര ഇന്നലത്തെ കളിയിൽ ഏറ്റവും നിരാശ ഉണ്ടാക്കിയ ഒരു ഇതാണ്. പക്ഷെ ഹാഫ് ടൈമിന് മുമ്പായിട്ട് തന്നെ ആള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ പരിക്കാന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പിന്നെ പെട്രി വരുന്നു. പിന്നെ വന്നാല് എന്താ പറയാനുള്ളത്, പിന്നെ കളി അങ്ങോട്ട് കൺട്രോൾ ചെയ്യാന്നില്ലേ. അങ്ങനെ കൺട്രോൾ ചെയ്തു. പിന്നെ ഗോൾ അവസരങ്ങളും ഗോളുകളും ഇങ്ങനെ എന്താ പറയാ ഒന്നിന് മീതെ ഒന്നായിട്ട് ഗോളുകൾ പറഞ്ഞു. അങ്ങനെ 5-0 വിജയം. അതില് പുതിയ സൈനികളൊക്കെ തിളങ്ങി എന്ന് അറിയല്ലേ. റഫീനിയ ക്യാപ്റ്റൻ മോനെ ചങ്ങായി 2 ഗോളും 1 അസിസ്റ്റും മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ആ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് പെനാൾട്ടിയിലൂടെയാണ് ആദ്യ ഗോള് വരുന്നത്. അതും റഫീനയ്ക്കെതിരെയുള്ള ഫൗളിൽ തന്നെയാണ് കിട്ടുന്നത്. റഫീന അത് സിമ്പിൾ ആയിട്ട് ഗോളാക്കി മാറ്റി. അതിനുശേഷമുള്ള ആ സെലിബ്രേഷൻ ഉണ്ടല്ലോ, ജൂലിയൻ ആൽവാരസിനുള്ള ആ ഒരു സ്പൈഡർമാന്റെ ചങ്ങായി ഒരു ബ്രസീലുകാരനാണ്. ഇതുകൊണ്ടാണ് ബാഴ്സ മോർ ദാൻ എ ക്ലബ്ബ് എന്ന് പറയുന്നത്. എന്താന്ന് മനസ്സിലായില്ലേ? ആള് ഒരു ബ്രസീലുകാരനാണ്. ചിരവൈരികളായ അർജന്റീനക്കാരനായ ഹൂലിയാൻ ആൽവാരസിന് വേണ്ടിയിട്ട് അറ്റ്ലാന്റിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാതിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് ആൾക്ക് വേണ്ടിയിട്ട് ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇനി വരും ഇല്ലെന്നാണ് നമുക്ക് വരും ദിവസങ്ങളിൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. അറ്റ്ലാന്റിക് വേണ്ടി ഒരു കാരണവശാലും ബാഴ്സയിലേക്ക് വെക്കില്ല എന്നാണ്. എന്തിന് പിടിച്ചു വെക്കുന്നു ഒരു താരത്തിന് എന്താ പറയാ അവരുടെ ക്ലബായ ആ ഒരു ക്ലബിൽ തുടരാൻ താല്പര്യമില്ല. ആൾക്ക് വേറൊരു ക്ലബിൽ പോയി കളിക്കണം അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു ഓഫർ ഒന്ന് കിട്ടു കൊടുക്കണ്ടേ. ആ ചകയുടെ 2 സീസണിൽ നമ്മൾ കണ്ട ആ ഒരു പ്രസൻസ് ആയിട്ടുള്ള മുഖമൊന്നും കാണാൻ പറ്റുന്ന ഇന്നലെ ട്രെയിനിങ്ങിനും അപ്പൊ ഇന്നലെ നടന്ന മത്സരത്തിൽ 2-2 സമനിലയിലാണ് അറ്റ്ലാന്റിക് വേണ്ടിയിട്ട് പിരിഞ്ഞത്. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്കാണ് പോകുന്നത്. ആള് തലേന്ന് സൂചിച്ചിട്ടാണ് പോകുന്നത്. ആൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടാൻ പറ്റുന്നു. ബാഴ്സലോണയ്ക്ക് എന്താ പറഞ്ഞാല് ജൂലിയൻ ആൽവാരസിന്റെ ആ ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ഈ വേൾഡ് കപ്പിലൊക്കെ ആളുടെ ഫോം അത്ര മോശമായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മഡ്രിഡിനെ പോലൊരു ടീമിനെ അർഹിച്ച ഒരു പ്ലെയർ അല്ല ജൂലിയൻ ആൽവാരസ്. അത് അത്ലറ്റിക്കോ മഡ്രിഡിന്റെ മാനേജ്മെന്റ് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ബാഴ്സയോടുള്ള ആ ഒരു വാശിക്കാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കുറെ കാലമായിട്ട് കിരീടങ്ങളൊന്നും നേടിയിട്ടില്ല. ഇനിയിപ്പോ ഈ കൊല്ലം നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇഷ്ടംപോലെ സൈനികയൊക്കെ നടത്തി, പക്ഷെ ഒന്നും നേടാൻ പറ്റില്ല. ഈ കൊല്ലം ഇങ്ങനെ ഒരു സ്ഥിതിയിലാണെങ്കിൽ ഇപ്പൊ അറ്റൻഡിംഗ് മട്ടിന്റെ കാണുകൾ വരെ പറയുന്നത് ജൂലിയൻ ആൽവാരസിനെ സെല്ല് ചെയ്യാൻ. ഇന്നത്തെ ആ ഒരു ചാൻറ്റ് മൊത്തം അതായിരുന്നു. ആൽവാരസിനെ സെല്ല് ചെയ്യാൻ എന്താ പറഞ്ഞാല് ആരാധകർക്ക് അവരുടെ ക്ലബിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു പ്ലെയർ അവിടെ തുടരാൻ ആരാധകർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ എന്തിനാണ് ഈ കെട്ടിപ്പൂട്ടി പിടിച്ചു വെക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. ഇതിനു മുമ്പ് സുവാരസ്, ഗ്രേസ്മാൻ, അങ്ങനെ ഒരുപാട് പേര് ഇവിടുന്ന് വില്ല, അങ്ങനെ ഒരുപാട് പേര് ബാഴ്സയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട്. പക്ഷെ ആൽവാരസിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഒരു കടുംപിടുത്തം. എന്താ പറഞ്ഞാൽ ആൽവാരസും കൂടി വന്നു കഴിഞ്ഞാല് ബാഴ്സയെ പിടിച്ച് കെട്ടാൻ കുറച്ച് പണിയായിരിക്കും. ഇല്ലാതെ തന്നെ കഴിഞ്ഞ സീസണിലും അതിന് മുമ്പ് സീസണിലും ലാലീഗ് തൂക്കി, കോപ്പ ഡെൽ റേയിൽ, സൂപ്പർ കപ്പ് എല്ലാം തൂക്കിയിട്ടുണ്ട്. ആകെ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പിൽ മാത്രം അവർക്ക് കാലിടറിയിട്ടുള്ളൂ. അതും സെമി ഫൈനലിലും ക്വാർട്ടർ ഫൈനലിലൊക്കെ കടന്നു പോയിട്ടാണ് ഫൈനൽ വരെ എത്താൻ. ഇനി ചിലപ്പോൾ ഈ സീസണിൽ ചിലപ്പോൾ അതും കൂടി നേടരുത് എന്ന് അറ്റ്ലറ്റിക്കോ മഡ്രിഡിന്റെ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാലും മഡ്രിഡാണ്, ഇവിടെ ബാഴ്സലോണയാണ്, അങ്ങനെ ഒരു ഇതുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും തോന്നുന്നത്. കളി ഒരു മന്ദഗതിയിലേക്ക് തുടങ്ങിയത്. റഫീനിയാണ് സെന്റർ സ്ട്രൈക്കറായിട്ട് കളിച്ചത്. അദാമിയും അതേപോലെ തന്നെ യമാലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിങ്ങുകളിൽ. മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഫെർമിൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡായിട്ട് നമ്മുടെ ഗാവിയും അതേപോലെ തന്നെ ബെർണാലും വന്നപ്പോൾ കളി അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്താ പറഞ്ഞാല് സീസണിലെ ഫസ്റ്റ് മത്സരമാണ്, മത്സരമാണ്. പക്ഷെ തുടക്കം ആ ഒരു മിഡ്ഫീൽഡില് എന്താ പറയാ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് അദാമിയും അതേപോലെ തന്നെ റഫീനിയും അതേപോലെ തന്നെ യമാലിലേക്ക് ബോൾ കിട്ടുന്ന സമയത്ത് അത്യാവശ്യം കളി വന്നിട്ടുണ്ട്. പക്ഷെ മിഡ്ഫീൽഡിൽ കളി ഉണ്ടായിരുന്നില്ല. ബെർണാല് മാത്രം, പിന്നെ ഫെർമിന്റെ കുറച്ച് പ്രകടനം. പക്ഷെ കളി മാറുന്നത് ആ സെക്കൻഡ് ഹാഫിലേക്ക് മുന്നാടിയായിട്ടുള്ള ഫസ്റ്റ് ഹാഫിന്റെ അവസാനം
പെഡ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നു. ഡിഫൻസീവ് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൻസൺ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എറിക് ഗ്രാസി ഉണ്ടായിരുന്നു, ജെറാർഡ് മാർട്ടിൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സാവി ഉണ്ടായിരുന്നു. അപ്പൊ സാവിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല് ചങ്ങായി എന്താ അല്ലെ, റൈറ്റ് ബാക്കിലും കളിക്കാൻ പറ്റും, മിഡ്ഫീൽഡിലും കളിക്കാൻ പറ്റും. എന്തായാലും ബാഴ്സയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ചങ്ങായി. അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ്, ആ ഒരു എത്ര മിനിറ്റാണ് കളിച്ചതെന്ന് എനിക്ക് ഒരു 80 സംതിങ് മിനിറ്റുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വൃത്തിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മിഡ്ഫീൽഡ് ചെയ്യേണ്ടത്, എന്താണ് ഒരു ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ചെയ്യേണ്ടത്, അത് കറക്റ്റ് ആയിട്ട് വൃത്തിക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൈനിങ്ങളെ കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അദാമി ഇന്ന് ഒരു ഗോൾ സ്കോർ ചെയ്തു, ഒരു കിടിലൻ. അത് റഫീനയുടെ അസിസ്റ്റിലാണ്. റഫീന 2 ഗോളുകളും ക്യാപ്റ്റനായിട്ട് വന്നിട്ട് ആദ്യ മത്സരത്തിൽ 2 ഗോളുകളും ഒരു അസിസ്റ്റും നേടി മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് പോയിരിക്കുന്ന കൈ. അതേപോലെ തന്നെ ആ ഒരു അദാമിയുടെ ആ ഗോളിലേക്ക് വരുന്ന ബോള് യമാലിന്റെ കയ്യിൽ നിന്ന് റഫീനയിലേക്ക്, റഫീനയുടെ കയ്യിൽ നിന്ന് അദാമിയിലേക്ക്. കിടിലൻ ഗോള്, കിടിലൻ ഫിനിഷ്. അതിനുശേഷം 65-ാം മിനിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഗോർഡൻ വരുന്നത്, അദാമിന് മാറ്റി ഗോർഡൻ വരുന്നത്. വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞില്ല 2 അസിസ്റ്റാണ് കൊടുക്കുന്നത് ഫെർമിൻ ലോപ്പസിന്. ഒരു രക്ഷയില്ല അവന് റഫീനെ. അങ്ങനെ കളി എന്താ പറയാ അങ്ങനെ ഗംഭീരം, ഗംഭീരം എന്ന് പറയാൻ ഗംഭീരം. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് ബാഴ്സ ആരാധകരുടെ മനസ്സ് നിറച്ചിട്ടാണ് എല്ലാവരും കളം വിട്ടിരിക്കുന്നത്. ആ ഒരു തേർഡ് കിറ്റിന്റെ ജേഴ്സിയിൽ, ആ ഒരു പർപ്പിളും ബ്ലാക്കും കളർന്ന ജേഴ്സിയിൽ കളം നിറഞ്ഞാടുക എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു എന്താണ് ചുരുക്കി പറഞ്ഞാൽ 12 മത്സരങ്ങളോടുകൂടി എൽച്ചിക്കെതിരെ 43 ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ബാഴ്സലോണ. ചെണ്ടയാന്ന് തന്നെ പറയാം. അത് 5 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. ഇന്നും ക്ലീൻ ഷീറ്റാണ്. ക്ലീൻ ഷീറ്റിന്റെ കാര്യം നോക്കുമ്പോൾ വേറൊരു കാര്യം ഓർമ്മ വന്ന്, സ്പെയിനിന്റെ കളി കഴിഞ്ഞ എല്ലാവരും കണ്ടു വേൾഡ് കപ്പില്. ആകെ ഒരു ഗോളാണ് വേൾഡ് കപ്പിൽ സിമിയോണ്, അറ്റ്ലറ്റിക്കോ ബിൽബാओയുടെ ഗോൾ കീപ്പർ സിമിയോൺ ആകെ ഒരു ഗോളാണ് വഴങ്ങിയിട്ടുള്ളത്. ഗോൾഡൻ ഗ്ലൗവും നേടിയിട്ടാണ് ആള് വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് തൂക്കിയിട്ടാണ് പുറത്തു പോയത്. ഏഹ് ഇന്നലെ നടന്ന അറ്റ്ലറ്റിക്കോ മഡ്രിഡ് ആയിട്ടുള്ള കളിയിൽ സെവില്ലയാണ് തോന്നുന്നത് എതിരാളികൾ. 3-0 3 ഗോളുകളാണ് വഴങ്ങിയിരിക്കുന്നത് സിമിയോൺ. അപ്പോ സിമിയോണിന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, അവിടെ സ്പെയിനിന് കിടിലൻ ഒരു മിഡ്ഫീൽഡും അതേപോലെ തന്നെ കിടിലൻ ഒരു ഡിഫൻസും ഉണ്ടായിരുന്നു. ഇന്ന് കുബാർസി ഒന്നും ഇല്ലാതെയാണ് ബാഴ്സലോണ ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ റോഡ്രി പെഡ്രി, റോഡ്രി പെഡ്രി, റോഡ്രി പെഡ്രി എന്നുള്ള ഒരു കമന്റ് കേൾക്കാൻ വേണ്ടിയിട്ട് റെയ്ഹാനും ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ ആള് റോഡ്രിക്ക് എന്തോ ചെറിയ ഇഞ്ചുറി എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിന് വേണ്ടി അടുത്ത മത്സരം അത്ലറ്റിക്കോ ബിൽബാओ ആയിട്ട് നടക്കാൻ പോകുന്നു. ഈ വരുന്ന ഞായറാഴ്ചയായിട്ട് മത്സരം നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ മത്സരം ബാഴ്സയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. ഹോം മത്സരം എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അത്ലറ്റിക്കോ ബിൽബാओ ആയിട്ട് നല്ലൊരു മത്സരം കാത്തിരിക്കുകയാണ്. പിന്നെ റഫീനയുടെ കാര്യം എന്താ മോനെ, കഴിഞ്ഞ സീസണിൽ എവിടെയായിരുന്നു തീ? ആ ഒരു തീ ഇങ്ങനെ കത്തി നിൽക്കല്ലേ, ആ ഒരു പീക്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എമാതിരി എനർജിയോടും പിന്നെ 2-3 അവസരങ്ങൾ കിടിലൻ, യമാലിന്റെ ഒക്കെ 2 കിടിലൻ അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല റഫീനയ്ക്ക്. യമാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആള് ടയർഡാണ്. 65-ാം മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ ആളുടെ ഫേസ് കണ്ടത് താടിയും വീശയൊക്കെ വളർന്നു പറഞ്ഞിട്ട് വലിയ ആളായി എന്നൊക്കെ വിചാരമൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, കളി അത്യാവശ്യം കുറച്ച് പാസുകളൊക്കെ മിസ് ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല ക്രിയേറ്റീവും അതേപോലെ തന്നെ ആ ഒരു പ്രസ്സിംഗിൽ ഒക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആള് ടയർഡാണ്. അപ്പോൾ എന്തായാലും അൻസിഫ്ലിക്ക് ഇനി ഭയങ്കര നിരാശയിലാണ് അവിടെ ഇരിക്കുന്നത്. ടയർഡ് കൊണ്ടാണോ ഇനിയിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കൊണ്ടാണോ, പക്ഷെ ടയർഡ് ഉണ്ട് ആൾ, മൊത്തത്തിൽ ഒരു ടയർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അദാമിയുടെ കാര്യം പറയണ്ട, പ്രസ്സിങ്ങും യമാലിന്റെ വേറൊരു വെർഷൻ തന്നെ പറയാം. എന്തായാലും ബാഴ്സയ്ക്ക് ആ ഒരു 20 സംതിങ് മില്യൺ സൈൻ ചെയ്തത് എന്തായാലും ഹൻസിഫ്ലിക്കിന് കൊടുക്കണം. ആ ഒരു ചങ്ങായിനെ കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ഗോളം വന്നു. എമ്മാതിരി ആ അസിസ്റ്റ് കൊടുത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അസിസ്റ്റ് ഫെർമിന് നീട്ടിവെക്കുന്നത്. ഫസ്റ്റ് അസിസ്റ്റ് ആണ്, ഫസ്റ്റ് ഗോൾ അടിക്കാനുള്ള സുവർണ്ണ അവസരമായിരുന്നു ചങ്ങായിക്ക്. ചങ്ങായി അത് കിടലായിട്ടൊരു അവസരം, ഗോൾ കീപ്പറും ആള് മാത്രം ഫ്രണ്ടില്. ആ സമയത്താണ് പെട്ടെന്ന് ഫെർമിന് റൈറ്റ് സൈഡിൽ വരെ ഫെർമിന് പാസ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നും ഫെർമിന് അതുവരെ കാത്തിരുന്നാണ് ഒരു ഗോളിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫെർമിന് 2, റഫീന 2, അതാമി 1, അങ്ങനെ 5 ഗോളുകൾ. പിന്നെ അവസരങ്ങൾ കിട്ടിയിട്ട് അവരുടെ 2 ചാൻസുകൾ ബാറിന് തട്ടിപ്പോയിട്ടുണ്ട്, എൽസിയുടെ പിന്നെ അതേപോലെ ഗ്രാസിയുടെ. ജോൺ ഗ്രാസിയുടെ ഒന്നും പറയാനുള്ള കിടിലൻ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എമ്മാതിരി ഗോൾ കീപ്പിംഗ്. അതേപോലെ തന്നെ അവിടെ റയയുടെ കാര്യം നോക്കിയാൽ റയയും 3-0 ജയിച്ച് ക്ലീൻ ഷീറ്റാണ് നേടിയിരിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ഈ 2 ഗോൾ കീപ്പർമാർ റിസർവിൽ ഉണ്ടാകുമ്പോൾ സ്പെയിൻ ഇനി അടുത്ത കാലത്തൊന്നും ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കണ്ട. ഇന്നിപ്പോ യൂറോ വരുന്നുണ്ട്, അടുത്ത 2030 വേൾഡ് കപ്പ് ആകുമ്പോൾ ഈ 2 ചങ്ങായിമാർ അവിടെ ഉണ്ടാവും. എന്താ അല്ലേ, ഇതൊക്കെയല്ലേ ഒരു ഗോൾ കീപ്പർമാർ ആ സ്ക്വാഡ് ഉണ്ടാവുക എന്ന് പറയുന്നത്. 2 ഗോൾ കീപ്പർമാർ ഇങ്ങനെ എന്താ വേൾഡ് കപ്പിൽ ഉടനീളം ബെഞ്ചിലിരിക്കുക, അതും ഇമാതിരി പെർഫോമൻസ് ഉള്ള കഴിഞ്ഞ സീസണുകളിൽ കാഴ്ചവെച്ച ഗോൾ കീപ്പർമാർ. അങ്ങനെ ആദ്യ മത്സരം തന്നെ അതിഗംഭീരമായിട്ട് ബാഴ്സലോണ വരവറിയിച്ചിരിക്കുകയാണ് ലാ ലീഗിൽ. 5-0 വിജയമാണ്. അപ്പോ എന്നിരുന്നാലും ഇവിടെ ഈ ഒരു ടീം ആയതുകൊണ്ട് ഇനി വരും മത്സരങ്ങൾ അതേപോലെ യൂറോപ്പും അതേപോലെ തന്നെ ഇനി ലീഗ് മത്സരങ്ങളൊക്കെ എൽ ക്ലാസിക്കോ അങ്ങനെ കട്ടക്കട്ടിയായിട്ടുള്ള മത്സരങ്ങൾ വരാനുണ്ട്. അപ്പോൾ ബാഴ്സ ഇതുവരെ സൈൻ ചെയ്യാത്ത ഒരു പൊസിഷനാണ് സെന്റർ ബാക്ക്.
ഒരു പ്രോപ്പർ സെന്റർ ബാക്കിന് അതേപോലെ പ്രോപ്പർ സ്ട്രൈക്കറിന്റെ പിന്നാലെ ജൂലിയൻ ആൽവാരസിന്റെ പിന്നാലെ ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ലൗതാറോ വരുന്ന കേൾക്കുന്നുണ്ട്, കെയ്ക്കോ റാസിന്റെ പേര് കേൾക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സ്പോർട്ടിംഗ് സിപിന്ന് സുവാരസ് വരുന്നുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. പിന്നെ കുറേ റൂമേഴ്സുകളുണ്ട്. അപ്പോ ഇന്നിപ്പോ റഫീനയൊക്കെ കളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ആൻസി ഫ്ലിക്ക് റഫീന ഉണ്ട്, ഗോർഡൻ ഉണ്ട്, അദാമി ഉണ്ട്, ഇനിയിപ്പോ അബ്ദുൽ കരീം ചങ്ങായി തീയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സൗഹൃദ മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിൽ അടിപൊളിയായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈജിപ്ഷ്യന്റെ ഫ്യൂച്ചറാണ്, ബാഴ്സയുടെ ഫ്യൂച്ചറാണ്. ബാഴ്സ അത് കാരണം ഇനിയിപ്പോ അതിന്റെ മുകളിൽ റിലീസ് ക്ലോസ് ഒക്കെ കൂട്ടാൻ പോകുന്നുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചങ്ങായി ഇന്ന് ഇറങ്ങുന്നത് ചോദിച്ചു, പക്ഷേ ഇന്ന് ഇറങ്ങിയില്ല. അപ്പൊ വരും മത്സരങ്ങളിൽ അങ്ങേരുടെ പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു സീസണിൽ സ്ട്രൈക്കറിനെ വേണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കാരണം ലെവൻഡോസ്കിയും പോയി, ഫെറാനും പോയി. ഫെറാന് അവിടെ പോയിട്ട് കാട്ടി തന്നത് കണ്ടില്ലേ? ഫസ്റ്റ് മത്സരത്തിൽ തന്നെ 77-ാം മിനിറ്റിൽ അങ്ങനെ 75-ാം മിനിറ്റിൽ അങ്ങനെ ഇറങ്ങിയിട്ട് 10 മിനിറ്റിനുള്ളിൽ 2 ഗോൾ സ്കോർ ചെയ്തു. അതും 2 ഗോളിന് പുറകിൽ പോയി നിൽക്കുകയാണ് പി എസ് ജി. തോറ്റ് നിൽക്കുന്ന പി എസ് സിയെ 2 ഗോൾ അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഫെറാൻ ടോറസ്. ഡെംബലെ 2.0 ആവോന്ന് പല സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പൊ തന്നെ ഫെറാൻ ടോറസിനെ കുറിച്ച്. ബാഴ്സയിൽ എന്താണ് ചങ്ങായി കാണിച്ചിട്ടുള്ളതെന്ന് അറിയാം. ബാഴ്സയ്ക്ക് ഒരുപാട് കളികൾ രക്ഷകനായിട്ടുണ്ട് കഴിഞ്ഞ 2 സീസണിലായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെറാൻ ടോറസിന്റെ പീക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും, സത്യം പറഞ്ഞാൽ. അത് ശരിക്കും ലൂയിസ് എൻറിക്ക് മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു ആ ചങ്ങായിനെ അങ്ങോട്ട് വലിച്ചത്. 50 സംതിങ് മില്യൺ, 55 മില്യൺ അടുത്താണ് വിലയിട്ടിട്ട് പി എസ് ജി ചങ്ങായിനെ റാഞ്ച്. ഇനി അടുത്ത ഒരു ടെമ്പലെ ആയാൽ ബാഴ്സ ആരാധകർ ഇതിനു വേണ്ടി ദുഃഖിക്കുന്നുള്ള കാര്യം സംശയം. പക്ഷെ ഫെറാന്റെ ഈ ഒരു കളി നോക്കരുത് എന്റെ ഒരു അഭിപ്രായത്തിൽ. ആള് ഒരു കളി ഫോമായാൽ പിന്നെ ഒരു 3-4 കളിക്ക് റെസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം സംശയം. അത് തീർച്ചയായിട്ടും ഇതേപോലെ തന്നെയായിരുന്നു ഡെമ്പലയുടെ അവസ്ഥയൊക്കെ. പക്ഷെ പി എസ് സി പോയിട്ട് ലൂയിസ് എൻട്രിക്ക് എന്താണ് അവിടുന്ന് കൊടുത്തത് ആ ഒരു സീസണുകളിൽ ഡെമ്പലേക്ക്, അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ ഇപ്പോൾ ഒറ്റ മത്സരം കൊണ്ട് ലൂയിസ് എൻട്രിക്ക് നിങ്ങൾ വേറൊരു വൈബാണ്, വേറൊരു കോച്ചാണ്. ആ ഒരു കോച്ചിന്റെ എന്താ പറയുക, ഇപ്പൊ പെപ്പും അതേപോലെ തന്നെ ഒരുപാട് കോച്ചുമാര് ഇങ്ങനെ ചാമ്പ്യൻസ് ലീഗും എല്ലാം അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ ഒരു സിദ്ധാന്തം നോക്കി കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ ഹാട്രിക്, ഇനിയിപ്പോ ഈ ചങ്ങയുടെ സ്വപ്നം ഈ ഒരു സീസണിലും കൂടി ലൂയിസ് എൻട്രിക്ക് എന്താ പറയാ, ഒരു വേൾഡ് കപ്പ്, സോറി, ഒരു ചാമ്പ്യൻസ് ലീഗ് നേടിക്കഴിഞ്ഞാൽ ആ റയൽ മാഡ്രിഡിന്റെ എത്രയോ കാലത്തെ റെക്കോർഡ് അങ്ങോട്ട് തീരും. അതിനൊപ്പം ആവാനാണ് അത് പറഞ്ഞിട്ടുണ്ട്, അതിനൊപ്പം ആവാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോവാം. എന്താണ് ഇതിന്റെ കളിയെ കുറിച്ചുള്ള സ്റ്റാറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ 7 ഷോട്ടുകളാണ് എൽ സി എടുത്തത്. അതിൽ 2 മോൺടാർജറ്റിലേക്ക് ആയപ്പോൾ ബാഴ്സലോണ 12 ഷോട്ടുകൾ എടുത്താൽ 7 മോൺടാർജറ്റിലേക്ക് ആയിരുന്നു. 47% എൽ സിയുടെ ഭാഗത്ത് പൊസിഷൻ ഉണ്ടായിരുന്നു, അവിടെ 53% പൊസിഷൻ ഉണ്ടായിരുന്നു. 410 പാസുകൾ എൽ സി കംപ്ലീറ്റ് ചെയ്തപ്പോൾ 530 പാസുകൾ ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു. അതേപോലെ തന്നെ 82% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു, അവിടെ 88% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. 11 ഫോളുകൾ കമ്മിറ്റ് ചെയ്ത ബാഴ്സലോണ 12 ഫോളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യെല്ലോ കാർഡ് എൽ സിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 ഓഫ് സൈഡ് 2 ടീമും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത്ര വലിയ ഓഫ് ലൈൻ ട്രാപ്പിൽ ഇന്ന് ബാഴ്സലോണ ഊന്നി കളിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ്. 3 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ബാഴ്സലോണ ആ ഒരു കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ക്വാഡിലേക്ക് ഇനിയിപ്പോ റോഡ്രി കൂടി വരാനുണ്ട്, പിന്നെ നമ്മുടെ കുബാർസി, അങ്ങനെ ഫുൾ ടീം. കുണ്ടേക്ക് അവസാനമാണ് ഇറങ്ങിയത്, ക്യാൻസലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും ബാഴ്സലോണ ഈ ഒരു സീസണ് എന്തൊക്കെ നേടാൻ പറ്റും, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ലാലീഗും കോപ്പാട്ടലും ഒന്നും കിട്ടിയാലും കുഴപ്പമില്ല, ബാഴ്സലോണയ്ക്ക് UCL മസ്റ്റാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.